ഉണ്ണേട്ടൻ തുളസി, അയ്യോ ഇതാരാ നിൽക്കുന്നത്? ഉണ്ണേട്ടാ ഞാൻ കണ്ടില്ല കേട്ടോ. ആരതി, ഇതാണ് എൻ്റെ ഉണ്ണിയേട്ടൻ. എനിക്കറിയില്ല നിന്റെ ഉണ്ണിയേട്ടനെ. ഇപ്പോഴെങ്കിലും ഉണ്ണിയേട്ടനെ ഒന്ന് കണി കാണാൻ കിട്ടിയല്ലോ. നീ പൊടി കുശുമ്പി. എനിക്കറിയായിരുന്നു തുളസിക്ക് മഹാദേവന്റെ മുന്നിൽ രാവിലെ തന്നെ എത്തുമെന്ന്. അതാ ഞാൻ ഇവിടെ തന്നെ നിന്നു. ഇതാരാ തുളസി? ഇത് എൻ്റെ ഒരേ ഒരു കൂട്ടുകാരി ആരതി. എൻ്റെ വിവാഹം നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവളാ. ഓഹോ, അത് ശരി. അല്ല, എപ്പോൾ നോക്കിയാലും രണ്ടുപേരും ഒരുമിച്ചാണല്ലോ. ഇത് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നാ ഇപ്പം എൻ്റെ കൺഫ്യൂഷൻ. പെണ്ണിന് കുശുമ്പ് കൂടുതലാ. ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ നിന്റെ കൂട്ട് ആർക്ക് വേണം? ഓ ദാ എൻ്റെ സ്നേഹം കൂടെ അങ്ങോട്ട് കൊടുത്തോ. എന്തായാലും ഞാൻ പോവാ. സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ഞാനില്ല. പോട്ടെ ഉണ്ണിയേട്ടാ. ഓക്കെ, ബൈ ബൈ. ഓ കൂട്ടുകാരി കൊള്ളാലോ. ചെറുപ്പം മുതലേ അവൾ എൻ്റെ ഒപ്പമാ. 24 മണിക്കൂറും ഉണ്ണേട്ടിനെ കുറിച്ച് ഞാൻ അവളോട് പറയും. എപ്പോഴും കളിയാക്കാനേ നേരമുള്ളൂ. അല്ല ഉണ്ണേട്ടാ, ഉണ്ണേട്ടനെന്താ രാവിലെ? ഒന്നുമില്ല തുളസി, ഞാനും അമ്പലത്തിൽ വന്നാ. തുളസിയെ ഒന്ന് കാണണമെന്ന് തോന്നി. വാ തുളസി, ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ തുളസിയാണ്. എന്നെ വിവാഹം കഴിക്കാൻ തുളസി എടുത്ത ആ തീരുമാനമുണ്ടല്ലോ, അത് ജന്മത്തിൽ ഞാൻ മറക്കില്ല. ഉണ്ണിയേട്ടനോടാ ഞാൻ നന്ദി പറയണ്ടേ? അല്ല തുളസി, എനിക്കറിയാം എനിക്ക് വയസ്സ് ഓവറായെന്ന്. എന്തു ചെയ്യാം, ഒരു ജോലിയായിട്ട് വിവാഹം കഴിക്കാമെന്നുള്ള ഉറച്ച തീരുമാനം. പക്ഷേ ജോലിയായപ്പോഴത്തേക്കും വിവാഹത്തിന് നല്ല പ്രായവും കഴിഞ്ഞുപോയി. അപ്പോഴാണ് അമ്മാവൻ തുളസിയുടെ ആലോചനയുമായിട്ട് വരുന്നത്. ഞാൻ ആദ്യവും അവസാനവും കണ്ട ഒരേ ഒരു പെണ്ണാണ് തുളസി. ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ പ്രണയിച്ചു പോയി. എനിക്ക് ഉണ്ണിയേട്ടനൊപ്പം ജീവിക്കണം ഒരുപാട് നാള്. ഓരോ ദിവസങ്ങൾ എണ്ണി എണ്ണി കാത്തിരിക്കുക. വാ ഉണ്ണേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യോ വേണ്ട, കല്യാണം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ. ഞാൻ തുളസിയെ കാണാൻ വന്നത് 2 കാര്യത്തിനാ. ഒന്ന്, തുളസിയോട് നന്ദി പറയണം. പിന്നെ പിന്നെ എന്താ ഉണ്ണേട്ടാ? ഉണ്ണേട്ട പറയേ. അത് പിന്നെ തുളസി, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ ഉണ്ണേട്ടാ? ഉപകാരമോ? എന്ത് വേണമെന്ന് ആജ്ഞാപിച്ച പോരെ? ഉണ്ണേട്ടിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും. നമ്മളൊന്നിച്ച് ജീവിക്കാൻ പോകണല്ലോ. എൻ്റെ മനസ്സിൻ്റെ ഒരു ധൈര്യത്തിനാ. തുളസിക്കൊരു ദോഷവും ഉണ്ടാവില്ല. ശ്രദ്ധക്കുറവുകൊണ്ട് ഒരു ചെറിയ ദോഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ല ഉണ്ണേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? തുളസിയുടെ ജാതകം എനിക്കൊന്ന് തരണം. അത്രേ ഉള്ളൂ? അതിനെന്താ ഉണ്ണേട്ടാ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അല്ല, അമ്മാവനത് കൊണ്ടുപോയി നോക്കിയെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. നോക്കി, പൊരുത്തമുണ്ട്. പക്ഷേ എൻ്റെ ലേറ്റ് മാരേജ് ആയതുകൊണ്ട് അമ്മാവൻ കൂടുതലൊന്നും നോക്കിയില്ല. അതിനോട്ട് അമ്മാവൻ സമ്മതിക്കുന്നുമില്ല. ഞാൻ ചോദിച്ച അമ്മാവൻ ജാതകം തരില്ല. ചെറിയ ദോഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധി ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാ. പ്ലീസ്. അതിനെന്താ, ഉണ്ണേട്ടൻ വാ വീട്ടിലേക്ക്, ഞാൻ എടുത്തു വെക്കാം. അയ്യോ അത് വേണ്ട, ഞാനിവിടെ നിൽക്കാം. തുളസി ഏതെങ്കിലും കുട്ടികളുടെ കൊടുത്തു വിട്ടാൽ മതി. എന്തിന്? ഉണ്ണേട്ടൻ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ എടുത്തിട്ട് വരാം. തുളസി, താങ്ക്സ് തുളസി, താങ്ക്സ്.
എന്റെ നെഞ്ചിന്റെ ഉള്ളിലെ പടപടപ്പോ കൂകിപ്പറക്കുന്ന കുയിലിന്റെ ചുണ്ടിൽ കല്യാണ കച്ചേരി രാഗങ്ങളോ ഒരു കാര്യം ചെയ്യും, ദിവാകരൻ മാഷ് ഈ ഭാഗത്തേക്ക് പോകും, ആ ഞാൻ ആ ഭാഗത്തേക്ക് പോവാം. അത് ശരിയാ. ഉം. അപ്പൊ പെട്ടെന്ന് വീടുകളൊക്കെ കവർ ചെയ്യാൻ പറ്റുമല്ലോ. ആ അതെ, ആ പ്രായപൂർത്തിയായവരുടെയും ആ. സ്ഥിരതാമസമുള്ളവരുടെയും ആ. മാത്രം ലിസ്റ്റ് എടുത്താൽ മതി. ആ. കേട്ടോ മാഷേ? ഓ ശരി സാർ. നമസ്കാരം. ഞാൻ ഇലക്ഷൻ സെൻസസ് എടുക്കാൻ വന്നതാണ്. വീട്ടിൽ പ്രായപൂർത്തിയായവരും സ്ഥിരതാമസമുള്ളവരും ആരൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഉണ്ണേട്ടാ, ഉം? തുളസി, ഉണ്ണേട്ടാ, തുളസി ഇവിടെ? ഉണ്ണേട്ടനെ ഇരിക്കെ. ഞാനിപ്പോ ഇവിടെ LP സ്കൂളിലെ മാഷ. തുളസിയെ എങ്ങനെ ഇവിടെ കാണുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനിവിടെ താമസം. എന്റെ ഹസ്ബൻഡ് ഇവിടെ SBIയിലെ മാനേജരാ. ഉം. കേട്ടിട്ടുണ്ടാവും, മാധവൻ നായർ. വലിയ തറവാട്ടുകാരാ. എന്നോട് ഒരുപാട് സ്നേഹ. ഒരു കുറവുമില്ലാതെ എന്നെ നോക്കുന്നത്. ഒരു മകനുണ്ട്, ശരത്ത്. അവൻ 9ാം ക്ലാസ്സിലാ. മിടുക്കനാ. അച്ഛനെ പോലെ തന്നെ നല്ല ബുദ്ധിയാ. തുളസി ഭാഗ്യമുള്ളവളാ. എന്ന് ഞാൻ തുളസിയെ ഓർക്കും. ഞാനും കുറച്ചുനാൾ ഓർക്കുമായിരുന്നു. അന്ന് ജാതകം വാങ്ങിക്കൊണ്ടുപോയ ആളാ. പിന്നെ ഒരു വിവരമില്ല. ഉറപ്പിക്കൽ വരെ എത്തിയ വിവാഹം ചാപിള്ളയായി പോയപ്പോ ഞാൻ വിഷമിച്ചു. അപ്പോഴാ മാധവേട്ടൻ വന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അച്ഛൻ പെട്ടെന്ന് നടത്തി. പക്ഷെ ഉണ്ണിയേട്ടനാണ് എന്റെ ഭാഗ്യം തെളിയിച്ചു തന്നത്. ഉണ്ണിയേട്ടൻ കളഞ്ഞിട്ട് പോയപ്പോഴാണല്ലോ എനിക്ക് മാധവേട്ടന് കിട്ടിയത്. അത് തുളസിയുടെ പ്രാർത്ഥന. ആ ഉണ്ണിയേട്ടൻ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ട, ഇരിക്കുണ്ണേട്ടാ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഉണ്ണേട്ടാ, ചായ. നല്ല ചായ. അന്ന് തുളസി ആദ്യമായി പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്ന
അതേ ചായയുടെ രുചി. ആ രുചിയൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? ചില മുഖങ്ങൾ ഒരിക്കലും മറക്കില്ല, നെഞ്ചിൽ പതിയും. ചില രുചികൾ നാവിലും. അത് മരണം വരെ അങ്ങനെ തന്നെ കാണും. അത്രയ്ക്ക് ഓർമ്മയുണ്ടാവാൻ ഉണ്ണേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എല്ലാ പുരുഷന്മാരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ ഒരുപാട് സ്നേഹിച്ച് നഷ്ടമായ ഒരു പെണ്ണിൻ്റെ മുഖമുണ്ടാവും. പിന്നീടെന്നെങ്കിലും അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നറിയുമ്പോൾ അവൻ്റെ മനസ്സ് നിറയും. കഷ്ടപ്പാടാണെന്നറിയുമ്പോൾ അവൻ്റെ മനസ്സ് നീറും. മറ്റാരും അറിയാതെ ഉള്ളിലൊതുക്കി അവൻ പിന്നെയും ജീവിക്കും. തുളസിയുടെ കാര്യത്തിൽ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഉണ്ണേട്ട ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ മറന്നു. ഒരു മോളുണ്ട്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തുളസി. എന്തോ തുളസി എന്നാ മോളുടെ പേര്. ഈ തുളസിയെ പോലെ തന്നെ സുന്ദരിയാ, ഒരുപാട്. ഭാര്യ 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 She is no more. തുളസി എനിക്ക് തന്നിട്ട് അവൾ പോയി.